Hello, Namaste, welcome back to WinTrader. അപ്പോൾ ഇന്നത്തെ WinTrader വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇന്ന് പറയുമ്പോൾ ഇന്ന് 23 ഡിസംബറിലാണ്. അപ്പോൾ ഞാൻ ഇത് കാണിക്കാൻ പോകുന്നത് രാവിലത്തെ മോർണിംഗ് മാർക്കറ്റാണ്. അത് ഓപ്ഷൻ ട്രേഡിങ്ങിലാണ്. അത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമുക്കൊരു മാക്സിമം 1 അവറിലുള്ള അത് രാവിലെ തന്നെ നല്ല ട്രെൻഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം നമുക്ക് 1 അവറിനുള്ളിൽ മാർക്കറ്റിൽ നിന്ന് എങ്ങനെ എക്സിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്ത് മാറാമെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഞാൻ നിഫ്റ്റിയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം നിഫ്റ്റിയുടെ ചാർട്ടിൽ മുകളിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 18,5.05, അതായത് മാർക്കറ്റ് റേറ്റ്. ഇതിപ്പോൾ നമ്മൾ ഏതെടുത്തിട്ടാലും അതിപ്പോൾ നമ്മൾ ഏത് പ്രീമിയത്തിൻ്റെ ചാർട്ടാണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും മാർക്കറ്റ് റേറ്റ് ഇവിടെ ഡിസ്പ്ലേ വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കി അറിയാൻ പറ്റും. റെഡ് ഡൗൺ ആരെയാണ് നമ്മുടെ സെൽ സിഗ്നൽ, ഗ്രീൻ കളറിൽ അപ്പാരോ ആണ് നമ്മുടെ ബൈ സിഗ്നൽ. ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇതെല്ലാം ഫുൾ ഓട്ടോമാറ്റിക്കാണ്. മാനുവലായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിഗ്നൽ വരുമ്പോൾ അത് കൺഫേം ആണെന്ന് മാത്രം നോക്കുക. ട്രേഡ് എടുക്കേണ്ടത് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, വാട്ടെവർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇന്ന് വന്ന ട്രേഡ് എന്ന് വെച്ചാൽ നമുക്ക് സെല്ല് വന്ന് ഈ റെഡ് ഡൗൺ ആർ വരണം, സെല്ല് വരണം, എന്നിട്ട് താഴെ ബാർ കൺഫോർമേഷൻ ചെക്ക് ചെയ്യണം. അതായത് സെൽ സിഗ്നൽ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കൺഫോർമേഷൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എത്താൻ മതിയാവും. സെൽ സിഗ്നൽ വന്ന ശേഷം താഴത്തെ ബാർ റെഡ് ആയിരിക്കണം. ഇവിടെ നോക്കിയാൽ പ്രൈസ് ഇവിടെ സെൽ സോൺ എഴുതി കാണിച്ചു തരണം. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മളവിടെ ജസ്റ്റ് നോക്കും അവിടെ വന്നിട്ടുണ്ടോ എന്ന്. അതായത് ആരോ വരും, എന്നിട്ട് ഫസ്റ്റ് കൺഫോർമേഷൻ താഴത്തെ ബാർ റെഡ് ആയിരിക്കണം, പ്രൈസ് സോൺ സെൽ സോൺ ആയിരിക്കും. ഇത് രണ്ടും ഓക്കെ എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ആ സെല്ല് വന്ന് നോക്കുക. ഈ സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ തന്നെ സോഫ്റ്റ്വെയർ അലേർട്ട് മെസ്സേജ്, ഇതുപോലത്തെ അലേർട്ട് മെസ്സേജ് വരും. അത് സൗണ്ട് എഫക്റ്റോടെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതി കാണിക്കും. അല്ലെങ്കിൽ മേളിൽ നോക്കിയാൽ 18,077.30 നമുക്ക് 9 രൂപേനെ നിഫ്റ്റിയിൽ സെല്ല് വന്ന് കൺഫേം ആയിരുന്നു. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 18,100 അല്ലെങ്കിൽ 200 പുട്ട് ഓപ്ഷനിൽ ഇൻ ദ മണിയിൽ പുട്ട് ഓപ്ഷൻ എടുക്കാമായിരുന്നു. 18,000 തന്നെ അറ്റ് ദ മണിയിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ 18,900 അല്ലെങ്കിൽ 18,800 ഔട്ട് ഓഫ് ദ മണിയിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാമായിരുന്നു. അപ്പം ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 18,100 ഇൻ ദ മണിയിലാണ്. നമ്മളെന്ന് വെച്ചാൽ ഇത് സ്പീഡ് നമുക്കിത് ഫസ്റ്റ് ടൈം നമുക്ക് ഇതിപ്പം ചിലർക്ക് സംശയമാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. നമ്മൾക്ക് എന്താ പെട്ടെന്ന് നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. അതായത് നമ്മൾ സിഗ്നൽ വന്ന് 18 നമുക്ക് മനസ്സിലായി ഏത് സ്ട്രൈക്ക് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് ഉടനെ നമുക്ക് അവിടെ ചെന്ന് നമ്മുടെ ഏത് സ്ട്രൈക്ക് വേണമെന്ന് ആ ചാർട്ട് പെട്ടെന്ന് സെലക്ട് ചെയ്ത് ആദ്യം ചെറിയ ഡിലേ നിങ്ങൾക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഇത് പഠിച്ചു വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഇത് ആഡ് ചെയ്യുന്നതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. നേരെ ചെന്ന് നമ്മളത് ആഡ് ചെയ്യുക. ഞാൻ 18,100 ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. 18,100 പുട്ട് ഓപ്ഷനാണ്. ഞാൻ 9.20 നമുക്കിവിടെ ബൈ കാണിച്ച്, അതായത് അതിൻ്റെ അത് ബൈ കാണിച്ച 152.70 ആ ബൈ പറഞ്ഞു. 152.70 നിന്ന് മാർക്കറ്റ് 3 ടാർഗറ്റ് പഠിച്ചു. അതായത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വന്ന് 167.97 എന്ന് പറയുമ്പോൾ 168 തന്നെ കൂട്ടാം. അത് 180.20, അതിന് 192.40 ഈ 3 ടാർഗറ്റും മാർക്കറ്റിൽ അടിച്ചിട്ടുണ്ട്. അതായത് 3 ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏകദേശം അതൊരു 10-20 ടൈമിലാണെന്ന് തോന്നുന്നത് ആ 3 ടാർഗറ്റ് വന്നിരിക്കുന്നത്. അതായത് ഒരു മിനിമം നമുക്കൊരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇതുപോലെ നല്ല ട്രെൻഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇതുപോലെ ചില ദിവസങ്ങളിൽ ഡെഫിനറ്റ്ലി നമുക്ക് മോർണിംഗിൽ ട്രെൻഡ് കിട്ടാതെ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു 1 അവറിനുള്ളിൽ ട്രേഡ് നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ലെവൽ വന്ന് നമുക്ക് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ട്രേഡേ നോക്കില്ല. പിന്നെ ഓപ്ഷനിൽ നമ്മൾ ട്രേഡ് നമ്മൾ എത്ര നേരം അതിനകത്ത് വെയിറ്റ് ചെയ്യുമോ നമുക്ക് കിട്ടിയ ആ ഒരു പ്രോഫിറ്റ് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലോസ് ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് ലോസ് ഉണ്ടാകുന്നത് ഈ ഒരു റീസണാണ്. കാരണം ട്രേഡ് ചെയ്യുന്നവർക്ക് എല്ലാവരും പരസ്പരം ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെ റീസണാണ്. നമ്മൾ ഇനിയും കയറി, അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റയടിക്കാൻ നമുക്ക് പ്രോഫിറ്റ് വരുന്നത് അതേ സ്പീഡിൽ ഇത് പോവുകയും ചെയ്യും. ആ പോകാനുള്ള റീസൺ മെയിൻ ഇതാണ്. നിങ്ങളുടെ വെയിറ്റ് നമ്മൾ ഈ ഗ്രിഡ്നെസ് ആണ്. അപ്പം നമ്മളിത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇനി കയറുന്നു. അപ്പോൾ ഒറ്റയടിക്കാണെങ്കിൽ മാർക്കറ്റ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റയടിക്കാനും മാർക്കറ്റ് പോകണം. അപ്പം നമുക്കൊരു സോഫ്റ്റ്വെയറിൻ്റെ സഹായം ഉണ്ടെങ്കിൽ സോഫ്റ്റ് തന്നെ കാണിച്ചു തരുന്നു. നമുക്കൊരു 3 ടാർഗറ്റ് കാണിച്ചു തരുന്നു, അതിനകത്ത് എക്സിറ്റ് ചെയ്യാൻ കാണിച്ചു തരുന്നു. ആ ഒരു ലെവലിൽ നമ്മൾ എക്സിറ്റ് കൊടുത്തേക്കുക. ഇനി നമ്മളിപ്പോൾ സ്റ്റാർട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ടാർഗറ്റ് നിങ്ങൾ 1 ലോട്ടാണെങ്കിലും 2 ലോട്ട് 3 4 ആണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ എക്സിറ്റ് ചെയ്ത് പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം റിസ്ക് ഇല്ല. എന്തായാലും ഇതിനകത്തൊരു 100% നമുക്ക് റിട്ടേൺ കിട്ടുമെന്നുള്ള ഗ്യാരണ്ടിയാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്ന ചാർജ് അതിനകത്ത് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ഒരു 1 to 2 ഡേയ്സിനുള്ളിൽ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ മാർക്കറ്റിന് ആസ് പ്രോഫിറ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ കാണിച്ചതെന്ന് വെച്ചാൽ റിയൽ ടൈമിലാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ലൈവായിട്ട് ഡെമോ
നിങ്ങൾ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേര് ഗംഗാദേവ് എന്നാണ്. എന്നെ വിളിക്കാൻ നമ്പർ 9061973737. ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ട്. നിങ്ങൾക്ക് കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഓഫീസിൽ വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഓഫീസിൽ വരാൻ. ഞങ്ങളുടെ ഓഫീസ് ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്. അത് ബസ്സിൽ വരാണെങ്കിൽ ബൈ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഓഫീസിലെത്താം. അപ്പോൾ വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ വരാൻ, പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് ചെയ്തതിന് ശേഷം നമ്മളെല്ലാം ഫുൾ പറഞ്ഞും കൊടുക്കാം ഡയറക്റ്റ്. അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ തന്നെ ഡെസ്ക്ടോപ്പ് ഷെയർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ രീതിയിൽ നമ്മൾ ഇത് സോഫ്റ്റ്വെയർ ലൈവായിട്ട് കാണിച്ചു തരും, ഓൺ കോളിൽ എക്സ്പ്ലെയിനും ചെയ്തു തരും. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയും കൂടെ കാണിച്ചിട്ട് നിർത്താം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇന്നലെ വന്ന സെല്ലിൽ നിന്ന് കണ്ടിന്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇതൊക്കെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ട്രേഡിംഗ് ഒരു സിഗ്നൽ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് ട്രെൻഡ് നോക്കുക. ഇവിടെ ഓൾറെഡി ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇറങ്ങി മാർക്കറ്റ് നിന്നാന്ന് വെച്ചാൽ 42 140 42 200 സംതിങ്ങോളം ആ ഒരിറ്റ ക്യാനിൽ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ചുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ അതിനകത്ത് സിഗ്നൽ കാണും. അപ്പം ഞാൻ അതിന് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചാൽ 42 300 ഇന്ത മണിയിൽ ഒരു പുട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് സിഗ്നൽ വന്നിട്ടുണ്ടായിരുന്നു 452.25 9:20 നമുക്ക് ബൈ കാണിച്ചു. അതിൽ 497.50 ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ടുള്ളൂ. അതായത് ചെറുതായിട്ടൊന്ന് ഇറങ്ങുവാണ്. ഇത് തന്നെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് തന്നെ 52.25 നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഒരു 2 3 നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് നോക്കിയാൽ 497.50 അതായത് 52.25 എന്ന ഈ ആ റേറ്റിൽ തന്നെ എൻട്രി ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം അത് റേറ്റ് കിട്ടാൻ ചിലപ്പോൾ നമ്മൾ 52.25 എന്ന് പറയുന്നത് ചിലപ്പോൾ ആ പോയിന്റിന് കുറച്ച് ഡിഫറൻസ് വരിക, അല്ലെങ്കിൽ അതിൻ്റെ താഴത്ത് വരിക. നമ്മൾ ട്രേഡ് ചെയ്യുന്ന നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ വരുന്ന കിട്ടുന്ന ആ റേറ്റിലാണ്. ഒരു ചെറിയ ഡിഫറൻസ് കിട്ടും. എങ്കിൽ പോലും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 497.50 നമ്മൾ എക്സിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 1 ലോട്ട് നിങ്ങൾ എടുക്കുന്ന ആ ലോട്ട് സൈസ് വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി പ്രോഫിറ്റിൽ വന്നു കഴിഞ്ഞു. പിന്നെ മാർക്കറ്റിൽ നിൽക്കാതിരിക്കുക. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും 100% നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കും. അപ്പം ഞാൻ ഇന്ന് കാണിച്ചത് മാർക്കറ്റ് ലൈവിലാണ്. അപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. വരാനല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ കാണാൻ പറ്റും. അപ്പം വീഡിയോ കണ്ടതിന് നന്ദി.